ബാർക്കോഴ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് ബാർ ഉടമ അനിമോന്റെ മൊഴിയെടുക്കും. സംഘടനാ യോഗം നടന്ന എറണാകുളത്തെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. അനിമോന്റെ മൊഴിക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ. വിവാദത്തിൽ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ഇക്കാര്യത്തിൽ വലിയൊരു ഗൂഢാലോചന CPM-ഉം സർക്കാരും സംശയിക്കുന്നുണ്ട്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിനായുള്ള അന്വേഷണമാണ്. അനിമോന്റെ മൊഴി പ്രധാനമാണ്. എങ്ങനെയൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? സൈഫുദ്ദീൻ, അനിമോന്റെ ശബ്ദ സന്ദേശം വന്നതിന് പിന്നാലെയാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് പരാതി നൽകിയത്. അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ഈ പരാതി ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ഇന്നിപ്പോൾ അന്വേഷണം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ അനിമോന്റെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് SP മധുസൂദനന്റെ നേതൃത്വത്തിൽ DYSP ബിനുകുമാർ ഇന്ന് ഇടുക്കിയിലെത്തി വിശദമായിട്ടുള്ള മൊഴി അനിമോന്റെ ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ ഇടുക്കിയിലെ മറ്റ് ബാറുടമകളുടെ മൊഴിയും രേഖപ്പെടുത്തും. എറണാകുളത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ബാറുടമകളുടെ യോഗം നടന്ന സമയത്താണ് അനിമോൻ ഈ ഒരു സന്ദേശം മറ്റ് അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ അയക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിക്കും. അതിനോടൊപ്പം തന്നെ സ്വകാര്യ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിക്കുകയും ചെയ്യും. വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി എന്തിനാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം അയച്ചത്, ഇതിൽ പറയുന്ന രീതിയിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ, അങ്ങനെ പണപ്പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പിരിച്ച പണം എന്തിനു വേണ്ടിയായിരുന്നു, ഈ പിരിച്ച പണം എങ്ങോട്ട് ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങൾ ആയിരിക്കും അനിമോന്റെ ഭാഗത്തുനിന്ന് വിശദമായിട്ട് ചോദിച്ചറിയുക. അതിനോടൊപ്പം തന്നെ ഈ ശബ്ദ സന്ദേശം സൃഷ്ടിച്ചതിന്റെ പിന്നിലെ പൊരുൾ, അതായത് ഒരുപക്ഷെ പണം പിരിച്ചിട്ടില്ല എങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ശബ്ദ സന്ദേശം ഈ ഘട്ടത്തിൽ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. 1 മാസത്തിനകം റിപ്പോർട്ട് കൈമാറിയാൽ മതിയെങ്കിൽ പോലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം കൈമാറാൻ തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിക്കുക. കാരണം സർക്കാർ തലത്തിൽ സർക്കാരിന്റെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം സർക്കാരിനുണ്ട്. കാരണം സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിൽ ഈ സംഭവം നടന്നു എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി സർക്കാരിനും ബാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ടൂറിസം ഡയറക്ടർ ഒരു വിശദമായിട്ടുള്ള കുറിപ്പിറക്കിയിരുന്നു. ഈ 23-ാം തീയതി ബാർ ഉടമകളുടെ യോഗം വിളിച്ചത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നില്ല. അത് ടൂറിസം മേഖലയിലെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസ് മന്ത്രി MP രാജേഷും അതുപോലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും രണ്ടുപേരും പറയുന്നത് സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല, സർക്കാർ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഈ യോഗമെല്ലാം നടന്നു എന്നുള്ള കാര്യമാണ്. മറുവശത്താണെങ്കിൽ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള സമരത്തിന് ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ മന്ത്രി MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തലസ്ഥാനത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മന്ത്രി MP രാജേഷിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് തീരുമാനം. മന്ത്രിക്ക് നോട്ടെണ്ണുന്ന യന്ത്രം കൈമാറിക്കൊണ്ടായിരിക്കും ഈ ഒരു പ്രതിഷേധം നടത്തുക എന്നാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമസഭ ചേരാനിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള സമരം അകത്തും പുറത്തും നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. 2 മന്ത്രിമാരും രാജിവെക്കുക എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. തീർച്ചയായും സർക്കാർ നിർദ്ദേശമനുസരിച്ച് 2ാം ബാർക്കോഴ ആരോപണത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് നിർണായക നീക്കങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിനിത് ഈ ഇടക്കാലത്ത് ലഭിച്ച ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ആയുധമാണ്. അത് നിയമസഭയ്ക്കകത്തും പുറത്തും പരമാവധി പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പ്രതിപക്ഷവും നടത്തുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് RB സനൂപ്.